നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞ ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. എന്നാൽ മഞ്ജു താൻ ബാക്കിവെച്ച സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ്. മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ്. മകൾ മീനാക്ഷിയും മഞ്ജു വാര്യരും ദിലീപും എല്ലാം വാർത്തകളിൽ ഇടയ്ക്കിടെ നിറയാറുണ്ട്. കാവ്യയ്ക്ക് അധികവും വിമർശനം ലഭിക്കുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലും സജീവമായിരുന്നില്ല കാവ്യ മാധവൻ. മഹാലക്ഷ്മിയെ പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യയെ പിന്നീട് ആരാധകർ ദിലീപിനൊപ്പം അല്പമെങ്കിലും കണ്ടിരുന്നത്. എന്തുകൊണ്ട് കാവ്യ പഴയതുപോലെ സജീവമാകുന്നില്ല എന്ന ചോദ്യത്തിന് മകളെ നോക്കുന്ന തിരക്കിലാണവർ എന്ന മറുപടിയായിരുന്നു ദിലീപ് നൽകിയത്. എന്തായാലും മകൾ വലുതായതോടെ കാവ്യയും ദിലീപിനൊപ്പം പരിപാടികളിൽ സജീവമായി തുടങ്ങി. സിനിമാ മേഖലയിലെ പല പ്രമുഖരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ദിലീപിനൊപ്പം കാവ്യ പങ്കെടുക്കാറുണ്ട്. അത് മാത്രമല്ല, ഉദ്ഘാടന വേദികളിലും ഇപ്പോൾ കാവ്യ സജീവമാണ്. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി. തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS പങ്കുവച്ച കാവ്യയുടെ മേക്കപ്പ് വീഡിയോയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. കാവ്യയ്ക്കൊപ്പം വർക്ക് ചെയ്യുന്നത് വളരെ നല്ല അനുഭവമാണെന്നാണ് ഉണ്ണി PS പറയുന്നത്. കറുത്ത നിറത്തിലുള്ള ഔട്ട്ഫിറ്റാണ് കാവ്യ ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറുവശത്ത് കറുത്ത നിറത്തിലുള്ള ഔട്ട്ഫിറ്റിൽ നടി മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം തിളങ്ങിയതാണ്. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ് കറുത്ത നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ച് മഞ്ജു എത്തിയത്. സ്റ്റൈലിഷ് ലുക്കാണ് മഞ്ജു തിരഞ്ഞെടുത്തതെങ്കിൽ ട്രഡീഷണൽ ലുക്കാണ് കാവ്യ തിരഞ്ഞെടുത്തത്. രണ്ടുപേരുടെയും ലുക്കിലെ നിരവധി പേർ പ്രശംസിക്കുന്നുണ്ട്. ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ പുതിയ പരീക്ഷണങ്ങൾ മഞ്ജു വാര്യർ ഇന്ന് നടത്തുന്നുണ്ട്. പല ലുക്കുകളും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പണ്ടത്തേക്കാൾ സ്റ്റൈലിഷ് ആണ് മഞ്ജു വാര്യർ എന്ന്. നടിയെ ഒരുക്കുന്നത് പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സ്റ്റൈലിഷുകളുമാണ്. അടുത്ത കാലത്തായി മഞ്ജുവിന്റെ വൈറലായ പല ലുക്കുകളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റായ ലിജി പ്രേമനാണ്. എമ്പുരാൻ ട്രെയിലർ ലോഞ്ചിലെ ലുക്കും സ്റ്റൈൽ ചെയ്തത് ലിജി പ്രേമനാണ്. അടുത്തിടെ ഒരു ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ മഞ്ജുവിന്റെ ലുക്ക്, വേട്ടയാൻ ലുക്ക് എന്നിവയെല്ലാം സ്റ്റൈൽ ചെയ്തത് ലിജി പ്രേമനാണ്. മറുവശത്ത് കാവ്യയ്ക്കും ഇതിന് ടീമുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS ആണ് കാവ്യയ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറ്. കാവ്യയ്ക്ക് ഉണ്ണി ചെയ്യുന്ന ഹെയർ സ്റ്റൈലും മേക്കപ്പുമെല്ലാം എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട്. അതേസമയം മഞ്ജുവിനെ പോലെ കോസ്റ്റ്യൂമിനും മേക്കപ്പിനുമെല്ലാം വലിയ ടീം കാവ്യയ്ക്കില്ല. സ്വന്തം സ്ഥാപനത്തിന്റെ വസ്ത്രങ്ങളാണ് കാവ്യ ധരിക്കുന്നത്. ഔട്ട്ഫിറ്റ് സെലക്ഷനിലും സ്റ്റൈലിംഗിലുമെല്ലാം കാവ്യയ്ക്ക് പ്രത്യേക മിടുക്കുണ്ടെന്ന് ആരാധകർ പറയാറുണ്ട്. ഉണ്ണിക്ക് മുൻപ് കാവ്യ തന്നെയായിരുന്നു സ്വന്തം ഐ മേക്കപ്പ് ചെയ്തിരുന്നത്. മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ഇതിന് കാവ്യ അനുവദിച്ചിരുന്നില്ല. അടുത്ത കാലത്താണ് മഞ്ജു വാര്യർ സ്റ്റൈലിംഗിലും മറ്റും ശ്രദ്ധ നേടുന്നത്, അതും പ്രൊഫഷന്റെ ഭാഗമായി. എന്നാൽ കാവ്യ എന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അടുത്തിടെ കാവ്യയെ മേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കുമെന്ന് രഞ്ജിമാരും ജാൻമണിയും മുൻപൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മേക്കപ്പിന് ഒത്തിരി സമയമെടുക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരാളുടെ പേരാണ് പറയാനുള്ളതെന്നും എന്നാൽ പേര് പറയാൻ പറ്റില്ലെന്നുമായിരുന്നു ജാൻമണി പറഞ്ഞിരുന്നത്. എന്നാൽ രഞ്ജിമാർ ആ നടി കാവ്യ മാധവനാണെന്ന് തുറന്നു പറയുകയായിരുന്നു. ഇത് കേട്ട് ജാൻമണി ഒന്ന് ഭയന്നതും വീഡിയോകളിൽ കാണാമായിരുന്നു. പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു വിശദീകരണവും നൽകുന്നുണ്ട്. അവൾ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കുട്ടിയാണെന്നാണ് രഞ്ജിമാർ പറഞ്ഞത്. മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചുളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്നും അന്ന് ജാൻമണി പറഞ്ഞു. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS ആണ് ഇപ്പോൾ കാവ്യയ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറ്. കാവ്യയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തതും ഉണ്ണിയാണ്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. കാവ്യയുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ കാവ്യ മാധവനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും ഉണ്ണി ഒരിക്കൽ പറയുകയുണ്ടായി. വിവാഹത്തിന് മുൻപേ ഞങ്ങൾ കൂട്ടുകാരാണ്. കാവ്യയ്ക്ക് ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്നത്. കാവ്യയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയർ ബ്രേക്ക് ആയത്. ഇപ്പോഴും കാവ്യയുടെ വിവാഹം ചെയ്ത ആളെന്നാണ് അറിയപ്പെടുന്നതെന്നും ഉണ്ണി പറഞ്ഞിരുന്നു. മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷന് പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ. ഒരു സൂചിയാണെങ്കിലും എടുത്ത സ്ഥലത്ത് വെക്കും. കണ്ണെഴുതുന്നതൊന്നും അല്പം പോലും മാറാൻ പാടില്ല. അതുകൊണ്ട് ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് രീതി. എന്നാൽ എന്നോട് ചെയ്തോ എന്ന് പറഞ്ഞു. അത് കാവ്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിന് വിളിച്ചു. ഇതിനിടെ കാവ്യയുമായി കുടുംബവുമായി താൻ അടുക്കുകയും ആത്മസുഹൃത്തുക്കളായി മാറിയെന്നും ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. കല്യാണ ദിവസം നല്ല ടെൻഷനായിരുന്നു. കാവ്യയും ദിലീപേട്ടനുമായുള്ള കല്യാണമാണ്. ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത്. എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു. ഷൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്.
കാവ്യയുടെ ബന്ധുക്കൾ പുറത്തു നിൽക്കുന്നുണ്ട്. അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആണെന്നാണ്. അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട, മെയിൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതിയെന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി. അത് കഴിഞ്ഞ് ദിലീപേട്ടൻ മാലയും ബൊക്കയുമായി വന്നു. അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. അത് സാരി ഉടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസി ചേച്ചിയാണ് ഏൽപ്പിച്ചിരുന്നത്. ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാർ ഇട്ട് ഷൂട്ട് ചെയ്യും, ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി വന്നില്ല. പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നത്. തനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് നയൻതാരയെയാണ്. ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു. അവരെക്കുറിച്ച് പറയുന്ന ഇന്റർവ്യൂ ഞാൻ കാണിച്ചു കൊടുത്തു. സോ സ്വീറ്റ് എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും തന്റെ ആഗ്രഹം സഫലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉണ്ണി PS വ്യക്തമാക്കി. ദിലീപിന്റെ മകൾ മീനാക്ഷിയെ പതിവായി മേക്കപ്പ് ചെയ്യുന്നതും ഉണ്ണിയാണ്. മീനൂട്ടിയെ ഞാൻ ആദ്യമായി കാണുന്നത് കാവ്യയുടെ കല്യാണത്തിനാണ്. ഞാനാണെന്ന് മീനൂട്ടിക്ക് മേക്കപ്പ് ചെയ്തത്. മീനൂട്ടിക്ക് മീനൂട്ടിയുടേതായ കാര്യങ്ങളും രീതികളുമുണ്ട്. അവൾ വളരെ ബ്രില്യന്റ് ആണ്. പതിയെ താനും മീനൂട്ടിയും സുഹൃത്തുക്കളാവുകയായിരുന്നു എന്നും ഉണ്ണി പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും റീലുകൾ അയക്കാറുണ്ടെന്നും ഉണ്ണി പറയുന്നു. ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക. എന്നാൽ താരത്തിന്റെ മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രിയാണെന്നാണ് ആരാധകർ പറയുന്നത്. സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ, ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത്. എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു. കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം, ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു. എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത്. അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല. ദയവ് ചെയ്ത് മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരൂ. ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലിനേക്കാളും നല്ലത് പഴയ ഹെയർ സ്റ്റൈലാണ്. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രതിഭകളിൽ ഏറ്റവും സുന്ദരിയായ നടി. ഒന്നുകൂടെ രവിവർമ്മ ചിത്രത്തിൽ കാണാൻ ആഗ്രഹം. അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള നടി. ചിത്രത്തിൽ കാവ്യ കൂടുതൽ ചെറുപ്പമായി തോന്നുന്നു. പഴയ ഭംഗി അതുപോലെ തന്നെയുണ്ട് എന്നിങ്ങനെയാണ് കാവ്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചില കമന്റുകൾ. കാവ്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദിലീപുമായുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും സ്വാഭാവികമായും വരാറുണ്ട്. നേരത്തെ പലപ്പോഴും കാവ്യയെയും ദിലീപിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുമായിരുന്നു. അടുത്ത കാലത്തായി അത്തരം കമന്റുകളൊന്നും അധികം കാണാറില്ല. എന്നിരുന്നാലും ഇനി ഒരിക്കലും പഴയ ആ കാവ്യ ആകാൻ കഴിയില്ല. മലയാളികൾ അങ്ങനെയാണ്. ചിലതൊക്കെ ഒരിക്കലും മറക്കില്ല. കാവ്യ തന്നെ സ്വയം കുഴിതോണ്ടിയെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കമന്റും വന്നിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ച നെഗറ്റീവായ ഒരു കമന്റ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ദിലീപിനോടും കാവ്യ മാധവനോടുമുള്ള സ്നേഹം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ്. കാവ്യ മാധവൻ ചേച്ചിയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് സിനിമയിലെത്തി എന്നതിനേക്കാളും സ്വന്തം ജീവിതത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഞങ്ങളുടെയൊക്കെ ജനപ്രിയ രാജാവ് ദിലീപേട്ടന്റെ ഭാര്യയാകാൻ കഴിഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത്. ഒന്നാം തരം കുടുംബം കലക്കിയും വഞ്ചകിയുമാണ് കാവ്യ എന്നതാണ് ചിലരുടെ അധിക്ഷേപം. ഒരു പെണ്ണിന്റെയും സഹപ്രവർത്തകയുടെയും ജീവിതം നശിപ്പിച്ചതല്ലേ, ഇങ്ങനെ കാണിക്കാൻ അപാര തൊലിക്കട്ടി തന്നെയാണെന്നാണ് മറ്റൊരു കമന്റ്. ജീവിതത്തിൽ ഒരുപാട് പേരെ ചതിച്ചയാളല്ലേ, നല്ലൊരു കുടുംബവും തകർത്ത് ഉഡായിപ്പ് മഞ്ജു വാര്യർ ആകാൻ നോക്കുന്നതായിരിക്കും കഷ്ടം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം പതിവ് പോലെ തന്നെ കാവ്യ മാധവൻ ഇത്തരം കമന്റുകളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. വിവാദങ്ങളോടും വിമർശനങ്ങളോടും കാവ്യ ഇപ്പോൾ പ്രതികരിക്കാറില്ല. നിലവിൽ മകൾ മഹാലക്ഷ്മിക്കൊപ്പം ചെന്നൈയിൽ കഴിയുകയാണ് കാവ്യ. ഇടയ്ക്ക് ഷൂട്ടിനും മറ്റ് പരിപാടികൾക്കും ഒക്കെയായി താൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ടെന്നും താരം അടുത്തിടെ പറഞ്ഞിരുന്നു.